ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. റവ ലഡു ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റന്റ് റവ ലഡു ഉണ്ടാക്കുന്ന റെസിപ്പിയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനായി വളരെ കുറഞ്ഞ ചേരുവകൾ മതിയാവും. 1 കപ്പ് റവയും 3/4 കപ്പ് പഞ്ചസാരയുമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മധുരമുള്ള ലഡുവാണ്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു 1/2 കപ്പ് മീതെ എടുത്താൽ മതിയാവും. ഈ പഞ്ചസാര മിക്സി ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇൻസ്റ്റന്റ് ലഡു മിക്സ് ആണ് തയ്യാറാക്കുന്നത്. അടുത്തതായി എടുത്തു വെച്ച റവയൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വറുത്ത റവ കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ കൂടെ ഒന്നുകൂടെ ചൂടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ റവ ലഡുവിന് മണവും ഗുണവും കൂടുകയുള്ളൂ. റോസ്റ്റഡ് റവയാണ് വാങ്ങിയത് എങ്കിലും ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് എന്ന് സാരം. റവയുടെ പച്ചമണം മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം അതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കണം. റവ ലഡുവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായി 5 ഏലക്കായ എടുത്ത് അതിന്റെ കുരു റവയുടെ ഒപ്പം പൊടിച്ചെടുക്കാം. ഏലക്കായയുടെ കുരു പഞ്ചസാര പൊടിക്കുമ്പോൾ അതിനൊപ്പം വേണമെങ്കിൽ പൊടിക്കാം കേട്ടോ. പൊടിച്ച റവയിലേക്ക് നേരത്തെ പൊടിച്ച പഞ്ചസാര കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റവ ലഡു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഉടനെ റവ ലഡു ഉണ്ടാക്കാം. ഇതിലൊരു അല്പം പാലൊഴിച്ച് കുഴച്ച് റവ ലഡു ഉണ്ടാക്കാം. ടേസ്റ്റ് ഒന്ന് കൂട്ടാനായി വേണമെങ്കിൽ നെയ്യിൽ വഴറ്റിയ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ എല്ലാം ചേർക്കാം. പെട്ടെന്നൊരു വിരുന്നുകാർ വരികയാണെങ്കിൽ ഒരു അടിപൊളി സ്വീറ്റ് ആയില്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാഷ്യൂവും വറുത്തെടുക്കാം. മുന്തിരിയൊക്കെ അങ്ങനെ ബൾബ് പോലെ ആകുമ്പോൾ കോരി മാറ്റാം. അതേ നെയ്യിൽ ഒരു 3/4 കപ്പ് ചിരവിയ തേങ്ങയിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കളറൊന്നും മാറാൻ പാടില്ല. ജസ്റ്റ് അതിലത്തെ വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടിയാൽ മതിയാവും. ഈ വറുത്തു മാറ്റി വെച്ച തേങ്ങ ഒന്ന് തണുക്കുമ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചു കൊണ്ടുവരണം. എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ലഡു ഉണ്ടാക്കി തുടങ്ങാം. ഒരു വലിയ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് തേങ്ങ പൊടിച്ചതും റവ ലഡു മിക്സും കൂടി ഇട്ട് കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴയ്ക്കാം. രണ്ടും കൂടി ഒന്ന് മിക്സ് ആവാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കുറച്ച് പൊടി ചേർത്ത് കുഴച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പാലൊഴിക്കരുത്. വളരെ കുറച്ച് മാത്രം പാലൊഴിച്ച് ആവശ്യത്തിന് പൊടി ചേർത്ത് ലഡു ഉണ്ടാക്കാൻ പാകത്തിന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കിസ്മിസ് കൂടെ വെച്ച് നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത കിസ്മിസും കാഷ്യൂവും ഈ പൊടിയോട് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഉരുട്ടിയെടുക്കാം. പാലൊഴിക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരുപാട് അങ്ങ് ഒഴിക്കരുത്. പഞ്ചസാരയും കയ്യിൽ ആ ചൂടും കൊണ്ട് മിക്സ് നല്ലപോലെ വെറ്റാവും. അതുകൊണ്ട് തന്നെ പാല് വളരെ കുറച്ച് മതിയാവും. ഇതുപോലെ കുറച്ച് പാലൊഴിച്ച് മുഴുവൻ മിക്സും ഉരുട്ടിയെടുക്കാം. ലഡു കുറച്ച് കഴിയുമ്പം ചെറുതായി ഒന്ന് ടൈറ്റ് ആവും. ഭംഗിക്കാണ് കേട്ടോ ഞാൻ കിസ്മിസ് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്. വളരെ എളുപ്പമല്ലേ ഈ ലഡു ഉണ്ടാക്കാൻ? പഞ്ചസാര പാനി ഉണ്ടാക്കേണ്ട, അതിന്റെ കൺസിസ്റ്റൻസിയെ കുറിച്ച് ബോധറാവേണ്ട ആവശ്യമില്ല. ചേരുവകളാണെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. നേരത്തെ മിക്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ലഡു റെഡി. കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ലഡു ആണ്. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക് യു.